ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. അപ്പോൾ കുറേ പേർക്കൊക്കെ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് അയക്കുന്ന നേരത്തെ എൻ്റെ പേരറിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും അല്ല ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യുമ്പോൾ പേര് പറയട്ടോ, പേര് അറിയണില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ പേര് രമ്യ എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ തുടക്കം കണ്ടപ്പോഴേ അറിയുന്നുണ്ടാവും ഇന്ന് ടോളുമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ടോളുമിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ടോളുമിനയുടെ കെയറിങ്ങും പോട്ടിങ്ങും ഫ്ലവർ ചെയ്യാൻ കൊടുക്കേണ്ട ഫെർട്ടിലൈസറും ഒക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വെറൈറ്റീസിൽ കുറേ എണ്ണത്തിലൊക്കെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവറോട് കൂടിയിട്ട് ടൊളുമിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സമയമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേ വെറൈറ്റിയിലൊക്കെ ബഡും ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 6 വെറൈറ്റി ഓർക്കിഡാണ്, ടൊളുമിന ഓർക്കിഡാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഐഡിയ ഇല്ലാണ്ട് വന്നതിൽ ഫ്ലവർ ചെയ്ത ഒരു 2-3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഐഡിയ ഇല്ലാണ്ട് വന്നു. അപ്പോൾ ഇപ്പോൾ ഫ്ലവർ ഉണ്ട്. ഫ്ലവർ ഉള്ള സമയത്താകുമ്പോൾ നമുക്ക് കളറൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടു കൂടി വാങ്ങാം. വിത്ത് ഐഡിയ ആയിട്ടുള്ള പ്ലാന്റുകൾ 99% നമുക്ക് തരുന്ന റഫറൻസ് പിക്കിലുള്ള പൂക്കൾ തന്നെയാണ് കേട്ടോ വിരിയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള പ്ലാന്റുകൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരുപാട് പേർക്ക് ഈ ടാഗ് ഇല്ലാണ്ട് ടാഗ് ഇല്ലാണ്ടല്ല ഫ്ലവർ ഇല്ലാണ്ട് പ്ലാന്റ് വാങ്ങുന്ന നേരത്തുള്ള സംശയമാണ്. എനിക്കും മുൻപ് സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു എന്താ പറയുക, ഹോബിസ്റ്റ് മാത്രമായിട്ട് ഈ പ്ലാന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങുമ്പോൾ പൂ വേറെയാണോ വിരിയുക എന്നുള്ളത്. അപ്പോൾ പ്രോപ്പർ ടാഗായിട്ടുള്ള പ്ലാന്റുകൾ 99% ഫ്ലവർ മാറി വിരിയില്ല എന്നുള്ളത് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ടാഗ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് സെയിലിന് വേണ്ടിയിട്ട് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ടാഗ് മാറിയിട്ടില്ല. ആ ഒരു നമുക്ക് തന്ന റഫറൻസ് ബുക്ക് തന്നെയാണ് ടാഗുള്ള എല്ലാ പ്ലാന്റുകളും തന്നെ വിരിഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ ഓർക്കിഡിൻ്റെ കാര്യത്തിൽ പറ്റിക്കപ്പെടുന്നത് ഈ വിലക്കുറവ് നോക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി പർച്ചേസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും, ഇപ്പോൾ ഞാനുൾപ്പെടെ എല്ലാവർക്കും പ്ലാന്റ് വാങ്ങുന്നവർക്ക് ഒരു 5-10 രൂപ എവിടെയെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് സ്വാഭാവികമായും നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമുക്ക് അങ്ങോട്ട് ഒരു അട്രാക്ഷൻ വരും. ഞാനും ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ സെയിൽ തുടങ്ങിയ സമയത്തൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതേപോലെ വിലക്കുറവ് നോക്കി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഈ തരുന്ന ഐഡിയകളൊന്നല്ല ആദ്യ സമയത്ത് വിരിഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പർച്ചേസ് നിർത്തി വെച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ആ ഒരു പ്ലാന്റ് ഫ്ലവർ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുമ്പോൾ അതിലോട്ട് മാറ്റം വരും. അതേപോലെ തന്നെയാണ് ഓർക്കിഡ് പ്ലാന്റ് വാങ്ങുമ്പോഴുള്ള അവസ്ഥയും. അപ്പോൾ നമ്മൾ സീഡ്ലിങ്, ടൊളുമിന എന്തും ആയിക്കോട്ടെ, നമ്മൾ ഫ്ലവർ ഇല്ലാണ്ട് വാങ്ങുമ്പോൾ ഓർക്കിഡ് ഒരിക്കലും തീരെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് അല്ല. അപ്പോൾ നമ്മൾ ഒട്ടും വില കുറവ് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഓർക്കിഡിന് എപ്പോഴും ആ ഒരു റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പ്ലാന്റ് തന്നെയാണ്. വില മുകളിലോട്ടല്ലാണ്ട് ഓർക്കിഡിൻ്റെ വില താഴോട്ട് വളരെ കുറഞ്ഞ ഒരു സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ വില മുകളിലോട്ട് തന്നെയാണ് ഇന്ന് ഓർക്കിഡിൻ്റെ നിന്നിട്ടുള്ളത്. താഴോട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ടൊളുമിനയുടെ വിഷയത്തിൽ വന്നത് ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഫ്ലവർ ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലയർ ടഫർ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന ഒരു 6 വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് ബഡോടും അല്ലെങ്കിൽ പൂവോടും പൂവില്ലാണ്ടും അവൈലബിൾ ആയിട്ടുള്ളത്. 200 രൂപയാണ് ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഓരോ കസ്റ്റമർക്കും ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്ലാന്റ് എടുത്ത് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. പാക്കിങ്ങിന് മുൻപ് എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഏത് പ്ലാന്റാണോ പാക്ക് ചെയ്യുന്നത് ആ പ്ലാന്റിൻ്റെ ഫോട്ടോ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു യെല്ലോ ഒക്കെ നമുക്ക് ടാഗ് ഇല്ലാത്ത കുറച്ച് പ്ലാന്റിൽ വിരിഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർക്കിഡുകളിലെ ഈ ഇത്തിരി കുഞ്ഞന്മാർക്ക് നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് വളർത്താം. മരത്തിൽ കെട്ടിവെച്ചോ, പോട്ടുകളിൽ, അതുപോലെ തന്നെ കരിയിട്ടോ അല്ലെങ്കിൽ ക്ലേ ബോൾസ് ഇട്ടിട്ടോ ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാം. ഒരു ഇത്തിരി ശ്രദ്ധ നമ്മൾ നനയ്ക്കുന്ന കാര്യത്തിൽ നൽകിയേ പറ്റുള്ളൂ. കാരണം നന കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ് കുറച്ച് സെൻസിറ്റീവാണ്. ലീഫ് പെട്ടെന്ന് ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നനയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ വളരെ ക്യൂട്ടായ നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ച് നമുക്ക് ഫ്ലവർ ആയതിനു ശേഷം നമ്മുടെ ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ തന്നെ ഓഫീസ് ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായ ഫ്ലവേഴ്സാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻ്റ് ഇടാനും ഗാർഡനിങ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ ഒന്ന് സജസ്റ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്ലാൻസ് വേണ്ടവർ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. താങ്ക്